നീങ്ങിക്കാൻ ശ്രദ്ധിച്ചില്ലേ? ഇയാൾക്കെന്താ ശ്രദ്ധിക്കില്ല? അയ്യോ എന്റെ വീഡിയോ. ചില കണ്ടക്ടർ ചേട്ടനും അടുത്ത വന്നൊരു മാറിയാണ്. കണ്ടക്ടർ ചേട്ടൻ എന്ന് പറയുമ്പോൾ അടുത്ത വർഷത്തെ ഏറ്റവും അവൻ ആദ്യം അടുത്ത് ഒന്നും അറിയാത്ത പോലെ വന്ന് നിന്ന്, അത് കഴിഞ്ഞിട്ട് പിന്നെ അവൻ്റെ കൈ പോണത് നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോട്ടെ. അവൻ്റെ കൈയാണ് എനിക്ക് കണ്ട നൈസായിട്ട് അവൻ്റെ കൈ അങ്ങോട്ട് ആ പെണ്ണിൻ്റെ മേത്തേക്ക് അങ്ങോട്ട് പോയി. ഇതാണ് ഇവനെപ്പോലുള്ള. എന്നിട്ട് അവൻ്റെ നിപ്പ് കണ്ട, അവൻ്റെ എനിക്ക് നല്ല വായിൽ വന്നിട്ട് പിന്നെ ഒന്നും പറയല്ല. എന്തുവാ ഇവിടെ കൈ ഇരിക്കത്തുള്ളൂ? ഇത്രയും സ്ഥലമുണ്ട് നീങ്ങിക്കാൻ, ഇത്രയും സ്ഥലം നീങ്ങിക്കാണ്ട്. ഇപ്പൊ ഇതിന്റെ ഇടയിൽ ഇയാൾക്ക് എന്തുവായിരുന്നു? ബാഗ് കയ്യിലായിരിക്കുന്നേ, ബാഗിന്റെ ഇടയിൽ പിടിക്കുന്നു, അടുത്തൊക്കെ വിരലും കൊണ്ട് നീക്കുന്നു. എന്തോ നമ്മൾ പൊട്ടന്മാരാ ഇവിടെ ഇരിക്കുന്നവര്. ഒരിക്കലല്ല, ഞാൻ ഒരിക്കൽ ഇയാളെ നോക്കിയതാ. ഇറങ്ങി അയ്യോ ശ്രദ്ധിച്ചില്ല. ഇത്രയും സ്ഥലം ഉണ്ടായിട്ട് ഇയാൾ ആരെയാ പൊട്ടം കളിപ്പിക്കുന്നേ? ഇത്രയും സ്ഥലം ബാഗുണ്ട്, ഇത്രയും ഉണ്ടായിട്ട് ഇവിടെ കൈ വെച്ച് ഇങ്ങനെ തൊട്ടിട്ട് ആരെന്ത് പൊട്ടന്മാരെന്നാ വിചാരം? ശ്രദ്ധിച്ചില്ലേ? ഇയാൾക്ക് എന്താ ശ്രദ്ധിക്കില്ലാത്തെന്താ? ഞാൻ ഒരിക്കൽ നോക്കിയതാ. അപ്പൊ ഇയാൾക്ക് കൈയെടുത്ത് മാറ്റാൻ അറിയായിരുന്നോ? അയ്യോ എന്റെ വീഡിയോ നീങ്ങിക്കാൻ ശ്രദ്ധിച്ചില്ലേ? ഇയാൾക്ക് എന്താ ശ്രദ്ധിക്കില്ലാത്തെന്താ? ഞാൻ ഒരിക്കൽ നോക്കിയതാ. അപ്പൊ ഇയാൾക്ക് കൈയെടുത്ത് മാറ്റാൻ അറിയായിരുന്നോ? അയ്യോ എന്റെ വീഡിയോ. ചില കണ്ടക്ടർ ചേട്ടനും അടുത്ത വന്നൊരു മാറിയാണ്. കണ്ടക്ടർ ചേട്ടൻ എന്ന് പറയുമ്പോൾ അടുത്ത വർഷത്തെ ഏറ്റവും മികച്ച ഉദ്യോഗസ്ഥനുള്ള അവാർഡ് വാങ്ങാൻ പോകുന്നത് മാന്യനാണ്. ഞാനൊരു കുത്തിക്കൊന്നാലും എന്നെ കൊന്നാലും ഞാൻ ടിക്കറ്റ് കൊടുക്കും, ഞാൻ തിരിഞ്ഞ് നോക്കത്തില്ല എന്ന പ്രതിജ്ഞ എടുത്തിരിക്കുന്നത്. കുറച്ച് നാൾ മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഇടയ്ക്ക് ഹൈഡ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഒത്തിരി ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ആളെ കിട്ടിയോന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്തായി എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ബസ്സിൽ ആളെ കിട്ടി. പുള്ളി ഒരു ഗവൺമെന്റ് എംപ്ലോയി ആണ്. 12 വയസ്സുള്ള ഒരു പെൺകൊച്ചിന്റെ അച്ഛനാണ്. വൈഫുണ്ട്, ഒരു അച്ഛൻ അമ്മ ഒക്കെ ഉണ്ട്. അപ്പൊ ഞാൻ കേസുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്ത് പുള്ളി എനിക്ക് ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് അങ്ങനെ വിടാൻ പറ്റില്ല. അങ്ങനെ എനിക്ക് ആളെ കിട്ടി. പിന്നെ ഞാൻ വീട്ടിലെ ചേച്ചീനെ കാണാൻ പോയപ്പോൾ ഒരു മോളുണ്ട് എന്നുള്ളതും ആ കാര്യമൊക്കെ അറിഞ്ഞപ്പം ആ കുഞ്ഞിനെ ഓർത്തിട്ടാണ് വീഡിയോ ഞാൻ ഹൈഡ് ചെയ്തത്. കാര്യം അത് അറിയാനുള്ളൊരു പ്രായമായി വരുന്നതേ ഉള്ളൂ. എന്റെ പേജിൽ കിടന്നു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ വൈറലാവും, പേജ് കുറച്ച് റീച്ച് ആവും എന്നല്ലാതെ എനിക്ക് ആളെ കിട്ടിക്കഴിഞ്ഞു. എനിക്ക് എന്താണോ വേണ്ടത് അത് കിട്ടി. അതുകൊണ്ടാണ് ഞാൻ ആ മോളെ ഓർത്തിട്ടും പിന്നെ ആ ചേച്ചീനെ ഓർത്തിട്ടുമാണ് ചേച്ചിയുമായിട്ട് ഞാൻ ഡയറക്റ്റ് സംസാരിച്ചു. അപ്പൊ ചേച്ചി ഒരു പേഷ്യന്റ് ആണ്. പണ്ട് ഞാൻ സ്കൂളിൽ പോകുമ്പോൾ ഇതുപോലെ പുറത്തൊക്കെ അടിയൊക്കെ നടക്കുമ്പോഴേ നമ്മളിങ്ങനെ അയ്യോ അയാളെ വീട്ടിലെ ഭാര്യയ്ക്കും മക്കൾക്കും അത് വേദനയാവില്ല. ഞാൻ പലപ്പോഴും അങ്ങനെ അയ്യോ പാവം അങ്ങനെ വിചാരിക്കും. അപ്പം അതെന്നെ എൻ്റെ ജീവിതത്തിൽ വന്നപ്പോഴേ എൻ്റെ ഉൾക്കൊള്ളാൻ പറ്റില്ല. എന്നോട് പക്ഷെ എന്തായാലും എനിക്ക് അവരെ അറിയിക്കാൻ പറ്റി. കാര്യം നാളെ ഒരു സമയത്ത് ആ കുഞ്ഞിനെ ഏതെങ്കിലും ആ മോളെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മോളെയോ ഇയാളുടെ അടുത്ത് നിർത്തിയിട്ട് പോകുമ്പോൾ എത്രത്തോളം സേഫ് അല്ല എന്നുള്ള അവർക്ക് അറിയത്തില്ല. അവർക്ക് ഇയാളുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉള്ളത് അവർക്ക് അറിയില്ല. പക്ഷെ അതെനിക്ക് അറിയിച്ചു കൊടുക്കാൻ പറ്റും. അപ്പൊ ചേച്ചി പറഞ്ഞു മോളോട് ചോദിക്കാം, ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് മോളോട് ചോദിച്ചു നോക്കാം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ സൂക്ഷിക്കാം എന്നുള്ളത്. പിന്നെ ആ ചേച്ചിന്റെ അവസ്ഥ അല്ലെങ്കിൽ അവരുടെ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയാണ്. അങ്ങനെ ഒരു ബോൾഡ് ആയിട്ടുള്ളൊരു ചേച്ചിയല്ല, വയ്യാത്ത ചേച്ചി. ഇങ്ങനെ ഞാൻ ചെന്നപ്പോഴേക്ക് കൈ വറക്കുന്നുണ്ട്, ചേച്ചിയുടെ ദേഹമൊക്കെ അതൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ പേടിയാണ്. ചേച്ചി അത്രയ്ക്ക് ഹെൽത്തായിട്ട് ഓക്കെ അല്ലാത്തൊരു ചേച്ചിയാണ്. ജോലി സ്ഥലത്ത് പുള്ളി ഗവൺമെന്റ് എംപ്ലോയി ആണ്. അപ്പൊ അവിടെ ജോലി സ്ഥലത്ത് നമ്മളിത് അറിയിച്ചിട്ടുണ്ട്. ഇതേപോലെ സിമിലർ ആയിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടുള്ള ഒരു പുള്ളിക്കാരി പറയുന്നത് കേട്ടോ. ഞാൻ നെയ്യാറ്റിങ്കരയാണ് വർക്ക് ചെയ്തിരുന്നത്. ഞാനും ട്രിവാൻഡ്രം തമ്പാനൂർ ടു നെയ്യാറ്റിങ്കര ഡെയിലി റെഗുലറായിട്ട് ട്രാവൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പം എനിക്കും ഇതേപോലെ നെയ്യാറ്റിങ്കര റൂട്ടിന് ഓടുന്ന ബസ്സിൽ നിന്ന് എനിക്ക് ഈ KSRTC ബസ്സിൽ നിന്ന് എനിക്കിങ്ങനെ ഇൻസിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് ഈ ഒരു മോളുടെ അടുത്ത് മിസ്ബിഹേവ് ചെയ്ത ഈ വ്യക്തിയില്ലേ, അപ്പം ഇയാളുടെ ഒരു സിമിലർ ആയിട്ടുള്ളൊരു ഓർമ്മയാണ് എനിക്കുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എടുത്ത് ചോദിച്ചത്. മാത്രമല്ല കണ്ടക്ടറും എനിക്ക് ഭയങ്കര ഫെമിലിയർ ആണ്. എനിക്ക് അങ്ങനെ സംഭവിച്ച സമയത്തും ഈ വ്യക്തി അതുപോലെ തന്നെയായിരുന്നു. എനിക്ക് മാത്രമല്ല, അത് ഡെയിലി സംഭവിക്കുന്നതാണെന്ന് എനിക്ക് തോന്നണം. കാരണം എൻ്റെ അപ്പുറത്തിരുന്നിരുന്ന ഒരു ആൻറ്റിയും പറഞ്ഞു ഇത് ഇയാളുടെ സ്ഥിരം പരിപാടിയാണ് എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് അത് കണ്ടപ്പോൾ ഒന്ന് അത് തന്നെയാണോ ആളെന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചൊന്നേ ഉള്ളൂ. എനിക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും ഇയാളെ പറ്റി അറിയില്ല. അറിയാമായിരുന്നെങ്കിൽ ഐ കുഡ് ഹാവ് ഹെൽപ്പ് ചെയ്യൂ. പക്ഷെ എനിക്ക് ഒന്നും അറിയില്ല കേട്ടോ. ഒരു 1.5 വർഷം മുമ്പ് നടന്നൊരു സംഭവം കേട്ടോ. ഇപ്പം ഞാൻ സത്യത്തിൽ നാട്ടിലില്ല. എന്തായാലും ഭയങ്കര എന്താ പറയുക റെസ്പെക്റ്റ് ഉണ്ട് മോളുടെ അടുത്ത്. കാരണം എനിക്കിങ്ങനെ സംഭവിച്ച സമയത്ത് ഞാൻ അത്യാവശ്യം നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. പക്ഷെ എന്നാൽ പോലും നമുക്ക് ആ ഒരു അത്രയും പ്രഷറൈസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മളൊരാളിങ്ങനെ എന്താ പറയുക നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ഭാഗത്തിൽ നിന്ന് തൊട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് വീഡിയോ എടുക്കാൻ കാണിച്ച ധൈര്യം സമ്മതിച്ച് തന്നിരിക്കുന്നു.
ഐ പേഴ്സണലി ബിലീവ് ദാറ്റ് എനിക്ക് നല്ല ഒരു എന്താ പറയുക മനക്കെട്ടിയുള്ള ഒരാളാണെന്ന് വിചാരിക്കുന്ന ഒരാളായിട്ട് പോലും എനിക്കത് സാധിച്ചില്ല. റിയലി പ്രൗഡ് ഓഫ് യു. ഇങ്ങനെ തന്നെ ചെയ്യണം. അടിപൊളി ഒരു ഇനീഷ്യേറ്റീവ് ആയിട്ടുണ്ട്. എന്തായാലും ഹാറ്റ്സ് ഓഫ് ടു യു. എനിക്കറിയാം വല്ലാത്തൊരവസ്ഥയാണ്. ഞാനും എന്ത് കണ്ടാലും ഞാൻ എന്താ പറയാ റിയാക്ട് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ എന്താ പറയാ അയാള് ഈ കണ്ടക്ടറിനെ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അയാൾ ഇങ്ങനെ എന്താ പറയാ വെടി കണ്ട പന്നിയെ പോലെ ഇങ്ങനെ നിൽക്കുക. അല്ലാതെ ഒരു സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ആൺപിള്ളേർക്കൊക്കെ ഇതിന്റെ അപ്പുറം സംഭവിക്കുന്നുണ്ട്. അത് വേറെ കാര്യം. അപ്പൊ ആരാണെങ്കിലും ഒരാൾക്കെതിരെ ഒരു അട്രോസിറ്റി നടക്കുന്ന സമയത്തൊന്ന് വാതർന്ന് മിണ്ട് അല്ലെങ്കിൽ അയാൾക്ക് പിടിച്ച് പുറത്താക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ചെയ്യില്ല. എനിക്ക് അനുഭവം ഉള്ളതാണ്. മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മോശമാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ നാട്ടിലില്ലാട്ടോ, ഞാൻ UK-ലാണ്. അപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സ് ഒക്കെ ചൈനീസ് ഉണ്ട്, അതുപോലെ റൊമേനിയൻസ് ഉണ്ട്, നേപ്പാളീസ് ഒക്കെ ഉണ്ട്. അവരൊക്കെ കൊണ്ടുവന്നിട്ട് ഇൻസ്റ്റഗ്രാമിലൊക്കെ എന്താ പറയാ ഒരു റീലൊക്കെ കാണിച്ചിട്ട് അതിന്റെ കമന്റ്സ് ഒക്കെ വായിച്ച് നമ്മളുടെ എന്താ പറയാ നാട്ടിലങ്ങ് ഭയങ്കര ലൈംഗിക ദാരിദ്ര്യമുള്ളൊരു നാടാണ് ഓൾറെഡി ആണ്. പക്ഷെ പുറത്തുള്ളവർ പോലും ഇന്റർനാഷണലി പോലും അങ്ങനെ കാണിക്കുന്ന രീതിയിലാണ് ഇപ്പൊ നാട് പോയിക്കൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ പല കാര്യങ്ങളും കൊണ്ട് നാട് മടുത്തിട്ടാണ് നമ്മൾ മുമ്പോട്ട് വരുന്നത്. ഇവിടെ വരുമ്പോഴും നമ്മൾ കാണും കേൾക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ നാടിനെ പറ്റി കുറ്റം പറയുന്നത് നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? സത്യമാണ്, അതേ പറയാൻ നിവൃത്തിയുള്ളൂ. അതെ, ഇത് തന്നെയാണ്, സത്യം തന്നെയാണ്. അല്ലാതെ സമ്മതിച്ചു കൊടുക്കാതെ വേറെ നിവൃത്തിയില്ല. ഓക്കെ, അപ്പൊ ഈ ഒരു സംഭവത്തിനെ പറ്റി എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതേപോലുള്ള സംഭവം ഇപ്പൊ ഈ ഒരു വിഷയം വീഡിയോ എടുത്തിട്ട് ഇത് പബ്ലിക്കിനെ കാണിച്ചുകൊണ്ട് നമ്മളിപ്പോൾ ഇതേപോലെയുള്ള സംഭവം നടന്നു എന്ന് നമ്മൾ അറിഞ്ഞു. പക്ഷെ ഇതേപോലെ ഈ വീഡിയോ എടുത്ത് ഇപ്പൊ പബ്ലിക്കിനെ അറിയാത്തതോ അല്ലെങ്കിൽ പബ്ലിക് അറിയാത്തതായിട്ട് ഇഷ്ടംപോലെ സംഭവങ്ങൾ ഇതേപോലെ നടക്കുന്നുണ്ട്. ഓരോ ബസ്സിനകത്ത് ഇതേപോലത്തെ ഇഷ്ടംപോലെ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ ഇതേപോലെയുള്ള സംഭവങ്ങളൊക്കെ നിർത്തണമെന്നുണ്ടെങ്കിൽ ഇതിനെതിരെ ശക്തമായിട്ടുള്ള എന്തെങ്കിലും നടപടി എടുക്കണം. അല്ലാണ്ട് ഇപ്പൊ ഇതേപോലെ ഇപ്പൊ കുറച്ച് നാൾ ഇതിനെപ്പറ്റി എല്ലാവരും ചർച്ച ചെയ്യും, പിന്നെ അത് കഴിയുമ്പോൾ എല്ലാവരും വേറെ വഴിക്ക് പോകും, പിന്നെ ആൾക്കാർ പിന്നെയും ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പം അങ്ങനെയുള്ള ഒരു സംഭവമായിട്ട് ഇത് ഇവിടെ ഒതുങ്ങി പോകാൻ പാടില്ല. ഇത് ഉറപ്പായിട്ടും ഇതിനെതിരെ എന്തെങ്കിലും ശക്തമായിട്ടുള്ള നടപടി എടുത്തു കഴിയുമ്പോഴാണ് ഇനി ഒരുത്തൻ ഇതേപോലെ ചെയ്യാൻ വരുമ്പോഴത്തേക്ക് അവൻ്റെ കൈ വിറയ്ക്കണം. അപ്പോൾ അവന് തോന്നണം ഞാനിത് ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് എനിക്ക് അതിൻ്റെ ഭവിഷ്യത്തുകളെല്ലാം എനിക്ക് ഭയങ്കര വലുതായിരിക്കും എന്ന് അവനൊരു ചിന്ത വന്നു കഴിഞ്ഞാലാണ് ഇതേപോലുള്ള സംഭവങ്ങളൊക്കെ നിൽക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഇനി ഇതൊക്കെ തന്നെ ഇവിടെ നടന്നുകൊണ്ടിരിക്കും. ഇപ്പം ഞാൻ പറയുന്നില്ല സ്ത്രീകൾക്കെതിരെ മാത്രമാണ് ഇതേപോലത്തെ വിഷയങ്ങൾ വരുന്നതെന്ന്. കാര്യം പുരുഷന്മാർക്കെതിരെയും ഇഷ്ടംപോലെ വിഷയങ്ങൾ വരുന്നുണ്ട്. പക്ഷെ അവർ പലരും പ്രതികരിക്കാതെ പോകുന്ന ഇഷ്ടംപോലെ ആൾക്കാരും ഉണ്ട്. കാര്യം ഇപ്പൊ ഇതേപോലെ സ്ത്രീക്കാണെങ്കിൽ ഇതേപോലുള്ള വിഷയം പ്രതികരിക്കാൻ പിന്നെയും കൂടെ അവർ പിന്നെയും പ്രതികരിച്ചെന്ന് വരും. പക്ഷെ ഒരു പുരുഷനാണെങ്കിൽ അവന് ഒരു നാണക്കേടും അതേപോലുള്ള വിഷയങ്ങൾ. പക്ഷെ അങ്ങനെ ഒരിക്കലും ഇരിക്കാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത്. എല്ലാവരും ഇതേപോലുള്ള വിഷയം ഉണ്ടാകുമ്പോഴത്തേക്ക് ആരാണെങ്കിലും പ്രതികരിക്കണം. അതേ ഈ പുള്ളിക്കാരി ഇപ്പൊ ചെയ്ത അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. കാര്യം ഇതേപോലെ വിഷയം ഉണ്ടാകുമ്പോഴത്തേക്ക് അത് വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ചില്ലറ കാര്യമൊന്നുമല്ല. അപ്പൊ അതേപോലുള്ള കാര്യത്തിന് ഞാൻ ഈ പുള്ളിക്കാരനെ ഉറപ്പായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുക ഒരു കാര്യത്തിന്. അപ്പോൾ ഇത് ഇവിടെ വെച്ച് ഡ്രോപ്പ് ചെയ്ത് കളയാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഉറപ്പായിട്ട് ഇത് ഏത് അറ്റം വരെ ഇതിന് പോയിട്ട് അവന് കിട്ടാവുന്നതിൽ ഏറ്റവും പരമാവധി ശിക്ഷ അവന് മേടിച്ചു കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എന്താണ് ഈ ഒരു വിഷയത്തിനാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഈ വീഡിയോയുടെ താഴെ കണ്ടിട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാൻ മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നവർക്ക്